ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല എന്ന് ആലോചിക്കുന്ന ഒരാളാണ് നമ്മൾ എപ്പോഴും. സോ ഇതുപോലുള്ള പ്രതിസന്ധികളിൽ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇൻഷുറൻസ്, എപ്പോഴാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്, ഏതൊക്കെ തരം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. സോ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ഫാമിലി മാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസിനെ ഓവർകം ചെയ്യാനാണ് ഇത്തരം ഇൻഷുറൻസുകൾ നമ്മൾ എടുക്കുന്നത്. സോ ആദ്യമായി എന്താണ് ഇൻഷുറൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയും നിങ്ങളും തമ്മിലുള്ള കരാറിനെയാണ് ആക്ച്വലി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മന്ത്ലി ഒരു പ്രീമിയം അടക്കുന്നതിന്റെ റിട്ടേൺസിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ ആണ് ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി എപ്പോഴാണ് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരാളും എപ്പോഴും ഇൻഷുർഡ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു കാർ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ ആകാൻ പോകാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുന്ന കാര്യം തന്നെയാണ്. സോ ഇനി നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ തരം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഞാൻ 5 തരം ഇൻഷുറൻസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ജീവിക്കും, നമ്മൾ എപ്പോൾ മരിക്കും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ പോലും ഇല്ല. സോ നമ്മൾ പല ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ആളുകളുണ്ട്. സോ ഇതുപോലുള്ള അവസരങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമോ എന്നുള്ളതിനെ പറ്റി എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന കാര്യം തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മൾ എടുത്തിരിക്കേണ്ട ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും നിങ്ങളും തമ്മിലുള്ള ഒരു കരാറിനെയാണ് ആക്ച്വലി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മന്ത്ലി ഒരു പ്രീമിയം എടുക്കുന്നതിന്റെ റിട്ടേൺസിന്റെ ഭാഗമായിട്ട് ഇൻഷുർഡ് ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറീസിന് കിട്ടുന്ന കോമ്പൻസേഷനെയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിൽ തന്നെ ടേം ലൈഫ് ഇൻഷുറൻസ്, ഹോൾ ലൈഫ് ഇൻഷുറൻസ്, എൻഡോമെന്റ് പ്ലാൻസ്, ഇങ്ങനെ ഒരുപാട് സബ് കാറ്റഗറീസും അവൈലബിൾ ആണ്. സോ ഓരോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ എന്താണ്, അതുപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, നമ്മുടെ പ്രീമിയം എമൗണ്ട് എത്രയാണ്, ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനിയെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ടതുണ്ട്. രണ്ടാമതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും നമ്മളും തമ്മിലുള്ള മെഡിക്കൽ എക്സ്പെൻസിനെ കവർ ചെയ്യുന്നതിനാണ് ഇത്തരം ഇൻഷുറൻസുകൾ കവർ ചെയ്യുന്നത്. സോ ഇത്തരം ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് പാർഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ കവർ ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പോളിസി ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിനെ ബാലൻസ് ചെയ്യുവാനും അതുവഴി വരുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇന്ത്യയിൽ തന്നെ ടാക്സ് ബെനിഫിറ്റ് ആണ് എന്നുള്ളതാണ്. ഇത്തരം ഇൻഷുറൻസിൽ തന്നെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ്, ഇതുപോലുള്ള ഒരുപാട് സബ് കാറ്റഗറീസും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിയും അതിന്റെ ക്ലെയിം എമൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മൂന്നാമതാണ് മോട്ടോർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇന്ത്യയിൽ തന്നെ വാഹന അപകടങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം തന്നെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വാഹന ഉടമ എന്ന നിലയിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു മോട്ടോർ ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു മോട്ടോർ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആക്സിഡന്റുകളിൽ നിന്നും അതുപോലെ മോഷണം, നാശനഷ്ടം, ഇതുപോലുള്ള പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. പതിവ് പോലെ നിങ്ങൾ മന്ത്ലി ഒരു പ്രീമിയം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന കവറേജ് ആണ് ഇത്തരം ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്, അതായത് ഫുൾ കവർ ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് IDV ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെഹിക്കിളിന്റെ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ IDV അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. ഇനി നാലാമതാണ് ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകൾക്കുമുള്ള ആഗ്രഹമാണ് ഒരു വീട് വെക്കണം അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ ജീവിക്കുന്ന ആളുകളും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട് ഇൻഷുർഡ് ആണെന്നുണ്ടെങ്കിൽ പോളിസിയിൽ പറഞ്ഞതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കവറേജ് ലഭിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ്, തെഫ്റ്റ്, മറ്റു തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് തീ പിടിക്കുകയാണ് അല്ലെങ്കിൽ നല്ല മഴയത്ത് നിങ്ങളുടെ വീട് തകർന്നു പോവുകയാണെങ്കിൽ ഇതിന് റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ കോസ്റ്റൽ ഏരിയ, ലിവിംഗ് റിസ്കിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിരിക്കേണ്ടതുണ്ട്. ഇത്തരം ഇൻഷുറൻസിന്റെ കൂടെ നിങ്ങൾ എർത്ത് കവറേജും അതുപോലെ ജ്വല്ലറി പ്രൊട്ടക്ഷൻ കവറേജും നിങ്ങൾ എടുത്തിരിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ളതാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തരം ഇന്റർനാഷണൽ യാത്രകളിൽ നിങ്ങളുടെ ലഗേജ് മിസ്സാവുകയോ നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ കവർ ചെയ്യാനുള്ള ഇൻഷുറൻസുകളെയാണ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങളുടെ ബിസിനസിന് ആവശ്യമായിട്ടോ അല്ലെങ്കിൽ വെക്കേഷൻ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള പോളിസികളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ക്യൂബ, റഷ്യ, ഇക്വഡർ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഏത് ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ഞാൻ അക്വയർ ചെയ്യണം എന്നുള്ളത്. സോ ഇതെല്ലാം അവരുടെ പേഴ്സണൽ നീഡ്സും ബജറ്റും അനുസരിച്ചും തിരഞ്ഞെടുക്കേണ്ട കാര്യം തന്നെയാണ്. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 ഇൻഷുറൻസ് എങ്കിലും എടുത്തിരിക്കേണ്ടതുണ്ട്. അതായത് ഒന്ന് ലൈഫ് ഇൻഷുറൻസും ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസും എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. Until next time, stay safe, stay insured.